നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല. അവിടെ പഠിക്കാനുള്ള കടാവർന്നും കിട്ടാറൊന്നുമില്ല. പിന്നെ ഒരു നല്ലൊരു ക്ലിനിക്കൽ എക്സ്പോഷർ ഒന്നും അവിടെ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ ഓരോന്ന് എടുക്കുക. അൽഫറബി യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ ഫെസിലിറ്റീസ് വേൾഡിൽ തന്നെ 163 റാങ്കിങ്ങിലുള്ള ഒരു യൂണിവേഴ്സിറ്റി. ഏകദേശം 300-ഓളം ഏക്കർ വ്യാപിച്ചെടുക്കുന്ന ഒരു ക്യാമ്പസ്, മിനി ക്ലിനിക് ഉൾപ്പെടെ, തിയേറ്റർ ഉൾപ്പെടെ, ഇൻഡോർ സ്റ്റേഡിയം, അതുപോലെ ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ ഉൾപ്പെടെ എല്ലാവിധ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ ഹോസ്പിറ്റലാണെങ്കിൽ വലിയൊരു ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അതും കസാക്കിസ്ഥാൻ മിനിസ്ട്രിയുടെ കീഴിലുള്ളത്. കസാക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ അത്ര വലിയ രാജ്യമാണ്, അത്യാവശ്യം നല്ല GDP ഉള്ള ഓയിൽ റിഫൈനറി ഉള്ള രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ പ്രഥമ യൂണിവേഴ്സിറ്റിയാണ്. കസാക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഈ പറയുന്ന കടാവർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുമില്ലയോ? ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിക്ക് അത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവരെന്ത് വേൾഡ് റാങ്കിങ്ങാണ്, പിന്നെ എന്ത് ക്ലിനിക്കൽ എക്സ്പോഷറാണ് അവർ പറയുന്നത്? പിന്നെ ഈ പറഞ്ഞ പേഷ്യൻ വാക്കിംഗ് ആണെങ്കിൽ കസാക്കിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള സിറ്റിയാണ് ഈ പറയുന്ന അൽമാട്ടി സിറ്റി. മറ്റുള്ള ഇപ്പം തൊട്ട് താഴെ ഉസ്ബെക്കിസ്ഥാനൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി പോപ്പുലേഷൻ കൂടുതലുള്ള സിറ്റിയും കൂടിയാണ്. അത്തരമൊരു സിറ്റിയിൽ ഇത്തരത്തിൽ പേഷ്യൻ വാക്കിംഗ് നല്ല രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് അൽഫറാബിയുടെ കീഴിലുള്ളത്.